റാഗിപ്പൊടി കഴിക്കുന്നത് ഹെൽത്തിന് നല്ലതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടികൾക്ക് റാഗിപ്പൊടി കൊണ്ട് എന്തുണ്ടാക്കിയാലും അതിനോട് വലിയൊരു താല്പര്യമില്ല. അപ്പോൾ ഞാനിന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ കുറച്ച് റാഗിപ്പൊടിയും കുറച്ച് അരിപ്പൊടി ഇട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് അങ്ങനെ ഒരു മാവ് ആക്കി അതുകൊണ്ടാണ് കേട്ടോ ഒന്ന് നമ്മൾ അപ്പം ചുട്ടെടുക്കുന്നത്. അപ്പോൾ വെറും റാഗിപ്പൊടിയാണെങ്കിൽ അതിൻ്റെ കളർ കണ്ടാൽ അവർക്ക് പറ്റില്ല. അപ്പം അരിപ്പൊടിയും കൂടെ കൂട്ടുമ്പോൾ വലിയ കുഴപ്പമില്ലല്ലോ. അങ്ങനെ അപ്പൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ദാ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ എന്താക്കി കൊടുക്കുന്നുള്ള ആ ഒരു ചിന്ത നമുക്ക് എന്നും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇന്ന് കുറച്ച് കാടമുട്ട ഉണ്ടായിനി, അത് ഞാൻ കുക്കറിലിട്ടൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. മുട്ട കുക്കറിലിട്ട് പുഴുങ്ങിയെടുക്കുമ്പോൾ ഒന്നും പൊട്ടിപ്പോവാതെ നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടും. പിന്നെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെറിയ തീയിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ, അല്ലാന്നുണ്ടെങ്കിൽ വേഗം കരിയും. പിന്നെ തൊലി കളഞ്ഞ് വെച്ച കാടമുട്ടയ്ക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. അപ്പോൾ ഇത് ലഞ്ച് ബോക്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ കഴിക്കും ചെയ്യും. കാണാനും ഒരു ഭംഗിയാണല്ലോ, നല്ല കളറൊക്കെ ഉണ്ടാവും, മുളക് പൊടിയും മസാലയൊക്കെ നല്ലോണം ഉണ്ടായതുകൊണ്ട്. ഇനി ഇതാ ആ ഒരു കടായിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ കുറച്ച് കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു 2-3 സവാള അവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സവാളയ്ക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് എൻ്റെ ലഞ്ച് ബോക്സിൽ ഞാനൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അധികം ഇതന്നെ കേട്ടോ എൻ്റെ ലഞ്ച് ബോക്സിൽ ഉണ്ടാവുക. എൻ്റെ അമ്മ എപ്പോഴും ഉണ്ടാക്കി തരുന്ന റെസിപ്പി ആണിത്. അപ്പം ഇന്ന് മക്കൾക്ക് ഇതാണ് കേട്ടോ ഞാനും ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ സവാള ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് കുറച്ച് എന്നിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു പൊടികളെ പച്ചമണമൊക്കെ മാറി വന്നപ്പോൾ കുറച്ച് തേങ്ങ ചെറുകിയതും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഉള്ളി ഉപ്പേരിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. ഉള്ളി ഉപ്പേരിയോ അല്ലെങ്കിൽ സവാള ഉപ്പേരിയോ എന്ത് വേണേലും പറയാട്ടോ. പിന്നെ ഈ തേങ്ങക്ക് പകരം 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഞാനിപ്പം മുട്ട ഏതായാലും കാടമുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ പിന്നെ തേങ്ങ ചെറുകിയത് ചേർത്തതാട്ടോ. അപ്പോൾ നമ്മൾ ലഞ്ച് ബോക്സിലേക്കുള്ള റെസിപ്പിയൊക്കെ ആയി. പിന്നെ ചോറും വെന്തിട്ടുണ്ടേനും, ചോറ് നേരത്തെ തന്നെ അടുപ്പത്തിട്ടിട്ടുണ്ടേനും, അതുകൊണ്ട് ചോറും വേഗം ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് കുട്ടികളെ ലഞ്ച് ബോക്സിൽ ചോറൊക്കെ ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ചൂട് ചോറും പിന്നെ നമ്മൾ ഉണ്ടാക്കിയ സവാള കൊണ്ടുള്ള ഉപ്പേരി ഉണ്ടല്ലോ, അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ലഞ്ച് ബോക്സിലേക്കുള്ള റെസിപ്പി. പിന്നെ കറികളൊന്നും മക്കൾ കൊണ്ടുപോകില്ല, അപ്പോൾ അതുകൊണ്ട് പിന്നെ രാവിലെ തന്നെ കറികളൊന്നും ഉണ്ടാക്കലില്ല. ഒരിക്കൽ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കുറച്ച് മസാലയൊക്കെ ഇട്ടിട്ടുള്ള കൂട്ടാനാണെങ്കിൽ വേറെ കറിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. പിന്നെ ചോറിൻ്റെ മേലേക്ക് തന്നെ ഈ ഒരു ഉപ്പേരിയൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇത് ഉച്ചക്കൂരി കഴിക്കാനാകുമ്പോഴത്തേന് തന്നെ നല്ല സെറ്റാവും. അപ്പോൾ പിന്നെ ഒക്കെ കൂടെ കൂട്ടിക്കുഴച്ച് കഴിക്കുമ്പോൾ കറിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതാ നമ്മൾ ചോറിൻ്റെ മേലേക്ക് സവാള ഉപ്പേരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച കാടമുട്ട ഫ്രൈയും വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് കൊണ്ടുപോകാനുള്ള വെള്ളം കാര്യങ്ങളൊക്കെ ഓലെന്നെ ബോട്ടിലാക്കി അതൊക്കെ ബാഗിൽ ഓലെന്നെ കൊണ്ടുപോയി വെക്കും. എൻ്റെ ജോലി ഇത്രേ ഉള്ളൂ കേട്ടോ, ഈ ചോറ് പാത്രത്തിലാക്കി കൊടുക്കൽ മാത്രം. അപ്പം ഞാൻ ഇപ്പോൾ കുറച്ച് തിരക്കിലായതുകൊണ്ടേ മക്കളൊക്കെ നല്ല ശീലങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, ഓരോ കാര്യങ്ങളൊക്കെ ഓലെന്നെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതല്ലെങ്കിലും നമ്മൾ അവരെ കൊണ്ട് അങ്ങനെ ശീലിപ്പിക്കും വേണം.